ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ബ്രെഡ് കൊണ്ട് ഉണ്ണിയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പെട്ടെന്ന് നമ്മുടെ മക്കളൊക്കെ ഉണ്ണിയപ്പം വേണമെന്ന് പറയുവാണെങ്കിൽ വളരെ പെട്ടെന്ന് ഒരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ബ്രെഡ് ഉണ്ണിയപ്പം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ബ്രെഡ് ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 8 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ബ്രെഡ് ഒന്ന് മുറിച്ചിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ബ്രെഡെല്ലാം മുറിച്ച് ജാറിലിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പാളയംകോടൻ പഴം മുറിച്ചിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ 1/2 കപ്പ് അരിപ്പൊടി ചേർക്കാം. ഞാനിപ്പോൾ വറുത്ത അരിപ്പൊടിയാണ് എടുത്തത്. ഇനി ഞാനിവിടെ 100 ഗ്രാം ശർക്കര 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കി അരിച്ചെടുത്ത് വെച്ചതാണിത്. ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കര പാനി കുറച്ച് ഒഴിച്ചിട്ടുണ്ട്, ബാക്കി കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ബാക്കിയുള്ള ശർക്കര പാനിയും കൂടെ ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം. ഇത് നന്നായിട്ട് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ഒരു കട്ടിയിൽ വേണം മാവ് കിട്ടാനായിട്ട്. സാധാരണ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ കട്ടിക്ക് വേണം മാവ് കിട്ടാൻ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. പിന്നെ കുറച്ച് തേങ്ങ അരിഞ്ഞ് വറുത്തെടുത്തതാണിത്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉണ്ണിയപ്പച്ചട്ടി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായ ശേഷം മാവ് ഒഴിച്ചു കൊടുക്കാം. ഈ കട്ടിയിൽ വേണം മാവ് കിട്ടാനായിട്ട്. സാധാരണ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇത്രയും കട്ടിയിൽ മാവ് എടുക്കാറില്ല. കുറച്ചുകൂടെ ലൂസായിട്ടാണ് മാവ് എടുക്കുന്നത്. എന്നാൽ ബ്രെഡ് ഉണ്ണിയപ്പം ഇതുപോലെയാണ് ചെയ്യേണ്ടത്. കുറച്ച് സമയം കഴിഞ്ഞൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. സാധാരണ ഉണ്ണിയപ്പം പോലെ അത്രയും ഷേപ്പൊന്നും ഉണ്ടാകില്ല, എന്നാലും കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നന്നായിട്ട് ഫ്രൈ ആകുമ്പോൾ കോരി മാറ്റാം. ഉണ്ണിയപ്പം ടിഷ്യൂയിലേക്ക് മാറ്റാം. നമ്മുടെ ബ്രെഡ് കൊണ്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. ബാക്കിയുള്ള മാവും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.